ഉണ്ണി ഇൻഫോടെക്കിന്റെ ടാലി പ്രൈം ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻവെന്ററി മാനേജ്മെന്റിനെ കുറിച്ചാണ്. അതിനകത്ത് എങ്ങനെ ഇൻവെന്ററി കോൺഫിഗർ ചെയ്യുക, അതിൽ വരുന്ന സ്റ്റോക്ക് ഗ്രൂപ്പ്, സ്റ്റോക്ക് ഐറ്റം, കാറ്റഗറി ഇവയൊക്കെ എന്താണ്, അത് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നിവയൊക്കെയാണ്. അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഗുഡ്സിന്റെ ഇൻവെന്ററി ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ കൺട്രോൾ ചെയ്യുക, ട്രാക്ക് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇൻവെന്ററി മാനേജ്മെന്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അതിന്റെ കോൺഫിഗറേഷൻ സെറ്റ് ചെയ്യണം. അതായത് നമ്മൾ കമ്പനി ഫീച്ചേഴ്സിൽ പോയിട്ട് ഇൻവെന്ററി മാനേജ്മെന്റ് നമുക്ക് എനേബിൾ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അത് ആദ്യം ചെയ്തു വെച്ചിരിക്കണം. അപ്പോൾ കമ്പനി ഫീച്ചേഴ്സ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ ഷോർട്ട് കട്ട് കീ ആയ F11 പ്രസ് ചെയ്യാം. F11 പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ കമ്പനി ഫീച്ചേഴ്സിന്റെ പേജ് ഓപ്പൺ ആയി വരും. ഇതിനകത്ത് ഇൻവെന്ററിയിൽ വരുന്ന ഓപ്ഷന്റെ അണ്ടറിലുള്ള മെയിൻറ്റെയിൻ ഇൻവെന്ററി എസ് ആക്കി കൊടുക്കാം. അതോടൊപ്പം തന്നെ ഇന്റഗ്രേറ്റ് അക്കൗണ്ട്സ് വിത്ത് ഇൻവെന്ററി, അപ്പോൾ ഇൻവെന്ററിയും അക്കൗണ്ട്സും കൂടി ഇന്റഗ്രേറ്റ് ചെയ്ത് യൂസ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. അതും എസ് ആക്കി കൊടുത്തിട്ട് കൺട്രോൾ എ പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ അത് എൻ്റർ അടിച്ചിട്ട് സേവ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻവെന്ററി മാനേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മുടെ ക്രിയേറ്റ് പറഞ്ഞ ഓപ്ഷനിൽ പോവാം. അപ്പോൾ ഇവിടെ ഇൻവെന്ററി മാസ്റ്റേഴ്സ് എനേബിൾ ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇതിനകത്ത് സ്റ്റോക്ക് ഗ്രൂപ്പ്, സ്റ്റോക്ക് കാറ്റഗറി, സ്റ്റോക്ക് ഐറ്റം, യൂണിറ്റ്, ഗോഡൗൺ, ഇത്രയും ഓപ്ഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഇതിൽ ഓരോന്നും എന്താണെന്നും അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, ഓൾട്ടർ ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക എന്ന് പഠിക്കാം. ആദ്യം നമുക്ക് സ്റ്റോക്ക് ഗ്രൂപ്പ് എടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ സ്റ്റോക്ക് ഗ്രൂപ്പ് വന്നിട്ട് നമ്മൾ നേരത്തെ ഗ്രൂപ്പ് പഠിച്ച പോലെ തന്നെ സെയിം നേച്ചറുള്ള ഐറ്റത്തിനെയൊക്കെ ഗ്രൂപ്പ് ചെയ്ത് വെക്കാനാണ് സ്റ്റോക്ക് ഗ്രൂപ്പ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിളായി പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന സമയത്ത് ബിസ്ക്കറ്റ് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ സെക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബിസ്ക്കറ്റിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ബിസ്ക്കറ്റ് പറയുന്നതായിരിക്കും നമ്മുടെ ഗ്രൂപ്പായിട്ട് വരുന്നത്. അപ്പോൾ അതങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ സ്റ്റോക്ക് ഗ്രൂപ്പിൻ്റെ നെയിം വന്നിട്ട് നമുക്ക് ബിസ്ക്കറ്റ്സ് എന്ന് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് എൻ്റർ അടിക്കാം. ഏലിയസ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ബിസ്ക്കറ്റ് നല്ല ബാർ കോഡ് സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ആ ബാർ കോഡായിരിക്കും ഇവിടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്കത് ബ്ലാങ്ക് ആയിട്ട് തന്നെ വിടാം. പിന്നെ ഈ ബിസ്ക്കറ്റ്സ് പറയുന്നത് ഏത് ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ വരണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് ഗ്രൂപ്പും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് പ്രൈമറിയിൽ തന്നെ സെലക്ട് ചെയ്ത് ഇടാം. ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ച് കൊടുക്കാം, എന്നിട്ട് ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ്സ് പറഞ്ഞൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മളൊരു ജ്യൂസിൻ്റെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ജ്യൂസ് തന്നെ പലതരം ജ്യൂസ് ഉണ്ടാകും. ആപ്പിൾ ജ്യൂസ്, മാംഗോ ജ്യൂസ് ഉണ്ട്, ഒത്തിരി ജ്യൂസുകൾ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഗ്രൂപ്പ് പറയുന്നത് എന്തായിരിക്കും? ജ്യൂസ് പറഞ്ഞിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജ്യൂസസ് എന്ന് കൊടുക്കാം. അതും പ്രൈമറി ആക്കി വെച്ചിട്ട് സേവ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് വേണ്ട ഗ്രൂപ്പുകളൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യണം. അപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പല സെക്ഷനുകളും അവിടെ കാണാൻ കഴിയും. ഇപ്പം മീറ്റ് സെക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഓയിലിൻ്റെ സെക്ഷൻ ഉണ്ടാവും, റൈസിൻ്റെ സെക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിൽ നമുക്ക് ഓരോ സെക്ഷനെ നമുക്ക് വേണമെങ്കിൽ സ്റ്റോക്ക് ഗ്രൂപ്പിൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിലൂടെ ക്രിയേറ്റ് പറഞ്ഞ സെക്ഷനിലൂടെ പോയി കഴിഞ്ഞാൽ ഓരോന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഒന്നിൽ കൂടുതൽ സ്റ്റോക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏതിൽ പോവാം? ചാർട്ട്സ് ഓഫ് അക്കൗണ്ട്സിൽ പോയിട്ട് മൾട്ടി മാസ്റ്ററിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ സ്റ്റോക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. അത് വേണമെങ്കിൽ നമുക്കൊന്നുകൂടെ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇനി ചാർട്ട്സ് ഓഫ് അക്കൗണ്ട്സിൽ പോയിട്ട് സ്റ്റോക്ക് ഗ്രൂപ്പ്സ് എടുക്കാം, മൾട്ടി മാസ്റ്റേഴ്സ് എടുക്കാം, മൾട്ടി ക്രിയേറ്റിൽ പോവാം. ഇപ്പോൾ ഇവിടെ ഞാൻ ഓൾ ഐറ്റം തന്നെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ബിസ്ക്കറ്റും ജ്യൂസും ക്രിയേറ്റ് ചെയ്തു. ഇനി വേണമെങ്കിൽ റൈസ് പറഞ്ഞൊരു സെക്ഷൻ കൊടുക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് കൊടുക്കാം. ഇത് നമുക്ക് പ്രൈമറിയിൽ തന്നെ സെറ്റ് ചെയ്യാം. പിന്നെ വരുന്നത് ഓയിൽ, അതും പ്രൈമറിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ ഐസ്ക്രീംസ് എടുക്കാം. അപ്പോൾ പല സെക്ഷൻസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് വേണ്ട സെക്ഷൻസ് ഒക്കെ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ 3 സെക്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ 3 ഗ്രൂപ്പാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നുണ്ട്. ഇനി നമുക്കത് സേവ് ചെയ്യാം. അപ്പോൾ നമുക്ക് മൾട്ടി മാസ്റ്റർ വഴിയും ഈ സ്റ്റോക്ക് ഗ്രൂപ്പ് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ മാസ്റ്ററിൻ്റെ അണ്ടറിൽ ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റോക്ക് ഗ്രൂപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ബിസ്ക്കറ്റ്സ് നമ്മൾ വേറെ രീതിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോന്നായി ക്രിയേറ്റ് ചെയ്ത രീതിയിൽ കൊടുത്തതാണ്. അപ്പോൾ ബിസ്ക്കറ്റും ജ്യൂസും ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഐസ്ക്രീമും ഓയിൽ റൈസും ഇവിടെ വന്നിട്ടുണ്ട്.
അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റോക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി അതേസമയം ഈ ക്രിയേറ്റ് ചെയ്ത സ്റ്റോക്ക് ഗ്രൂപ്പിന് നമുക്ക് എന്തെങ്കിലും ഓൾട്ടർ ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഓൾട്ടറിൽ പോവാം, സ്റ്റോക്ക് ഗ്രൂപ്പ് എടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഏതാണോ ഓൾട്ടർ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഓയിലാണെങ്കിൽ ഓയിൽ സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ പേര് മാറ്റണമെങ്കിൽ പേര് മാറ്റുക, അല്ലെങ്കിൽ ഏലിയാസോ എന്താണ് മാറ്റണമെങ്കിൽ അത് കൊടുക്കാം. ഞാൻ ഓയിൽസ് എന്ന് കൊടുത്തിട്ടുണ്ട്, അടിച്ചിട്ട് സേവ് ചെയ്യാം. അപ്പോൾ ഓയിൽ പോയിട്ട് ഓയിൽസ് ആയി. ഇനി സപ്പോസ് നമുക്കിത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും അത് ഓൾട്ടറിൽ പോയി സെലക്ട് ചെയ്തതിന് ശേഷം ഓൾട്ട് ഡിലീറ്റ് പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ ഡിലീറ്റ് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ എസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓയിൽ ആ ലിസ്റ്റിൽ നിന്ന് ഡിലീറ്റ് ആയി പോയിണ്ടാവും. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റോക്ക് കാറ്റഗറി ആണ്. അപ്പോൾ നമ്മൾ ഐറ്റത്തിന് സെയിം നാച്ചുറൽ ഐറ്റത്തിനൊക്കെ ഗ്രൂപ്പ് ചെയ്യാനാണ് സ്റ്റോക്ക് ഗ്രൂപ്പ് യൂസ് ചെയ്തത്. ഇനി സ്റ്റോക്ക് കാറ്റഗറി വന്നിട്ട് ഇപ്പോൾ ഐറ്റത്തിൽ തന്നെ ഫർദർ ആയിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യാനാണ് സ്റ്റോക്ക് കാറ്റഗറി യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ ജ്യൂസ് തന്നെ എടുക്കാം. ജ്യൂസ് എടുത്തു കഴിഞ്ഞാൽ 200 ml ഉണ്ടാവും, 500 ml ഉണ്ടാവും, 1 ലിറ്ററിൻ്റെ ഉണ്ടാവും. അപ്പോൾ മൂന്ന് കാറ്റഗറി ആയിട്ടായിരിക്കും ആ ജ്യൂസ് കിടക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു കാറ്റഗറിയാണ് ഇതിനകത്ത് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ ചെയ്യാൻ നോക്കാം. ഇപ്പോൾ സ്റ്റോക്ക് കാറ്റഗറി സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ക്രിയേഷൻ പേജ്. ഇതിനകത്ത് നമ്മുടെ സ്റ്റോക്ക് കാറ്റഗറി കൊടുക്കാം. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കുകയാണെങ്കിലും സ്മോൾ ഉണ്ടാവും, മീഡിയം ഉണ്ടാവും, ലാർജ് ഉണ്ടാവും, എക്സൽ ഉണ്ടാവും. ഇതും നമുക്ക് സ്റ്റോക്ക് കാറ്റഗറി ആയിട്ട് എടുക്കാം. അത് ഡ്രസ്സ് പറഞ്ഞ ഒരു സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ, അല്ലെങ്കിൽ ഒരു പാൻറ് എടുക്കാം, പാൻറ്റിൻ്റെ സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ ഫർദർ ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് സ്റ്റോക്ക് കാറ്റഗറി എന്ന് പറയും. അപ്പോൾ ഇവിടെ ആദ്യം സ്മോൾ എന്ന് കൊടുക്കുന്നുണ്ട്, എൻ്റർ അടിക്കാം. അപ്പോൾ ഇത് സ്റ്റോക്ക് കാറ്റഗറി പ്രൈമറി ആയിട്ട് തന്നെ സെറ്റ് ചെയ്യാം. പിന്നെ ലാർജ് കൊടുക്കാം. ഓരോ ഐറ്റത്തിനും നമുക്ക് ഫർദർ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. മീഡിയം എടുക്കാം. ഇതാണ് സ്റ്റോക്ക് കാറ്റഗറി. ഇനിയിപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്റ്റോക്ക് കാറ്റഗറി കാണുന്നെങ്കിൽ ഓൾട്ടറിൽ പോവാം, സ്റ്റോക്ക് കാറ്റഗറി എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഇതിലേതെങ്കിലും നമുക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് കൊടുക്കാവുന്നതാണ്. നോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റോക്ക് കാറ്റഗറി ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്ന ഓപ്ഷനാണ് സ്റ്റോക്ക് ഐറ്റം. ഇതാണ് നമ്മുടെ ഇൻവെൻട്രിയിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേജ്, സ്റ്റോക്ക് ഐറ്റം. നമുക്ക് ഈ സ്റ്റോക്ക് ഐറ്റം പറഞ്ഞ പേജിലൂടെ തന്നെ നമുക്ക് സ്റ്റോക്ക് ഗ്രൂപ്പും ക്രിയേറ്റ് ചെയ്യാം, സ്റ്റോക്ക് കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ യൂണിറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഐറ്റത്തിന് മുമ്പ് യൂണിറ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ യൂണിറ്റ് പറയുന്നത് ഓരോ ഐറ്റത്തിൻ്റെ ക്വാണ്ടിറ്റിനെ മെഷർ ചെയ്യുന്ന ഒരു ഘടകമാണ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് ആദ്യം നോക്കാം, സ്റ്റോക്ക് ഐറ്റം നോക്കുന്നതിന് മുമ്പ്. അപ്പോൾ ഇതാണ് യൂണിറ്റിൻ്റെ പേജ്. ഇപ്പോൾ യൂണിറ്റ് പറഞ്ഞാൽ ഒന്നുമല്ല, നമ്മളിപ്പോൾ ജ്യൂസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ യൂണിറ്റ് പറയുന്നത് ml, ലിറ്റർ അങ്ങനെ വരും. അതേസമയം ബിസ്ക്കറ്റ് എടുക്കണമെങ്കിൽ നമ്പർ ആയിരിക്കും, 1 പാക്കറ്റ്, 2 പാക്കറ്റ്, അല്ലെങ്കിൽ പാക്കറ്റ്സ് ആയിരിക്കും, 1 പാക്കറ്റ്, 2 പാക്കറ്റ്, 1. ഇനി അതേസമയം ഓയിലൊക്കെ ആണെങ്കിലും അതും ലിറ്ററിൽ തന്നെയാണ് വരുന്നത്. അങ്ങനെ വരുന്ന ആ ഒരു മെഷർമെൻറ്റ്സിനെയാണ് നമ്മൾ യൂണിറ്റിൽ കൊടുക്കുന്നത്. യൂണിറ്റ് തന്നെ 2 ടൈപ്പ് ഉണ്ട്, സിമ്പിളും കോമ്പൗണ്ടും. സിമ്പിൾ പറഞ്ഞാൽ സാധാരണ നമ്മൾ ചെയ്യുന്ന നമ്പർ, അതുപോലെ ലിറ്റർ, കിലോഗ്രാം, ഇതൊക്കെയാണ് സിമ്പിളിൽ വരുന്നത്. കോമ്പൗണ്ട് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 12 പറയുന്നത് ഒരു ഡസനായിട്ട് നമ്മൾ എടുക്കും. അപ്പോൾ അവിടെ 2 യൂണിറ്റ് വരുന്നത് 12 നമ്പേഴ്സും, അത് നമ്പർ പറഞ്ഞ യൂണിറ്റും വരുന്നുണ്ട്, അതുപോലെ ഒരു ഡസൻ പറയുന്ന യൂണിറ്റും വരുന്നുണ്ട്. ഇപ്പോൾ 2 യൂണിറ്റ് ചേർന്നിട്ട് എടുക്കുന്നതിനാണ് നമ്മൾ കോമ്പൗണ്ട് യൂണിറ്റ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സിമ്പിൾ യൂണിറ്റ് ചെയ്ത് നോക്കാം. സിമ്പിൾ വന്നിട്ട് ടൈപ്പ് സിമ്പിൾ യൂണിറ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ സിമ്പിൾ വന്നിട്ട് നമുക്ക് ലിറ്റർ ആദ്യം കൊടുക്കാം. ഫോർമൽ നെയിമും ലിറ്റർ തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ LT കൊടുക്കാം, അത് രണ്ടും സെയിം നെയിം ആവാൻ പാടില്ല. അപ്പോൾ ഞാനിവിടെ LT കൊടുക്കുന്നുണ്ട്, ആക്സെപ്റ്റ്. പിന്നെ എന്ത് കൊടുക്കാം, പാക്കറ്റ്സ് കൊടുക്കാം. അപ്പോൾ ആദ്യം ഷോർട്ട് ഫോം കൊടുക്കാം, പിന്നെ അതിൻ്റെ ഫുൾ ഫോം കൊടുക്കാം. ശരി. പിന്നെ നമ്മളവിടെ എന്താ കൊടുത്തത്, ലിറ്റർ കൊടുത്തു. ഇനി kg കൊടുക്കാം. അതിൻ്റെ ഫോർമൽ നെയിം കിലോഗ്രാം എന്ന് കൊടുക്കാം. എൻ്റർ ചെയ്യാം. ഇനി നമുക്ക് വേണമെങ്കിൽ നമ്പറിനും കൂടി കൊടുക്കാം, N കൊടുക്കാം. ഫോർമൽ നെയിം വന്നിട്ട് NUMBER. അപ്പോൾ ഇത്രയും കൊടുക്കാം, സേവ് ചെയ്യാം. ഇനി നമുക്കൊരു കോമ്പൗണ്ട് ചെയ്യാം. ഒരു സിമ്പിളും കൂടി കൊടുക്കാം, ഡസൻ. ഡസൻ്റെ ഫുൾ നെയിം കൊടുക്കാൻ പറ്റില്ല, DZ എന്ന് കൊടുക്കുന്നുണ്ട്. അത് വന്നിട്ട് ഡസൻ.
നമ്മൾ കുറച്ച് യൂണിറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ സിമ്പിളിലാണ് വരുന്നത്. ഇനി ഒരു കോമ്പൗണ്ട് യൂണിറ്റ് ചെയ്യാം. അപ്പോൾ കോമ്പൗണ്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത എല്ലാ യൂണിറ്റ്സും ലിസ്റ്റ് ചെയ്ത് വരും. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് 12 നമ്പേഴ്സ് ചേർന്നാൽ ഒരു ഡസൻ ആവണം എന്നാണ്. അപ്പോൾ ഇതിവിടെ ഞാനിവിടെ ഡസൻ എന്ന് കൊടുക്കാം, സോറി നമ്പർ എന്ന് കൊടുക്കാം. അപ്പോൾ ഇത് 12 കൊടുക്കുക. സെക്കൻഡ് യൂണിറ്റ് സെലക്ട് ചെയ്യുക, ഡസൻ എന്ന് കൊടുക്കുക. അതായത് 12 നമ്പർ പറയുന്നത് ഒരു ഡസൻ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണമെന്നാണ്. എസ് കൊടുക്കുക. അപ്പോൾ അത് സേവ് ആയി. ഇനി നമുക്ക് എന്തെങ്കിലും ഫർദർ ഉണ്ടെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ ഇത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ക്രിയേറ്റ് ചെയ്ത യൂണിറ്റ് നമുക്ക് ഓൾട്ടർ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഓൾട്ടറിൽ പോവാം, യൂണിറ്റ് എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് യൂണിറ്റ്സ് കാണാൻ കഴിയും. ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇതെടുത്തിട്ട് ഡിലീറ്റ് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പക്ഷെ നമുക്കിവിടെ ഡസൻ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഡസൻ പറയുന്നത് നമ്മൾ കോമ്പൗണ്ട് യൂണിറ്റിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിവിടെ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല, ഡിലീറ്റ് ഓപ്ഷൻ ഡിസേബിൾ ആയിട്ട് കിടക്കുന്നുണ്ടാവും. നമുക്ക് വേറെ ഏതെങ്കിലും ഓപ്ഷൻ എടുക്കാം, KG എടുക്കാം. KG എടുത്താൽ അവിടെ നമുക്ക് ഡിലീറ്റ് എനേബിൾ ആയിട്ടുണ്ട്. ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഡിലീറ്റ് ആവുന്നതായിരിക്കും. ഇപ്പം ഇവിടെ ഡിലീറ്റ് ചെയ്യുന്നില്ല. അപ്പം ഇങ്ങനെയാണ് സിമ്പിൾ യൂണിറ്റ് കോമ്പൗണ്ട് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും അത് ഓൾട്ടർ ചെയ്യുന്നതും ഡിലീറ്റ് ചെയ്യുന്നതും. ഷെയറിംഗ് ഈസ് കെയറിംഗ്. നൂറിൻ ഇൻഫോടെക്കിന്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് സ്റ്റോക്ക് ഐറ്റം. സ്റ്റോക്ക് ഐറ്റം ക്ലിക്ക് ചെയ്യാം. സ്റ്റോക്ക് ഐറ്റം പറഞ്ഞാൽ ഇൻവെന്ററിൽ യൂസ് ചെയ്യുന്ന ഓരോ ഐറ്റത്തിനെയാണ് സ്റ്റോക്ക് ഐറ്റം എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ ഓൾട്രേഷൻ പേജിലാണ് നിൽക്കുന്നത്. നമുക്ക് ക്രിയേറ്റ് പേജിലോട്ട് പോകണം. ഇവിടെ പോയിട്ട് സ്റ്റോക്ക് ഐറ്റം സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് സ്റ്റോക്ക് ഐറ്റം പേജിൻ്റെ ഇന്റർഫേസ്. അപ്പോൾ ഇതിനകത്ത് ആദ്യം നമ്മൾ സ്റ്റോക്കിൻ്റെ പേര് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പാർലിജി എന്ന് കൊടുക്കുന്നുണ്ട്. ഒന്ന് എൻ്റർ അടിക്കാം. അപ്പോൾ ഏലിയാസ് നമ്മൾ ബാർകോഡ് എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ കൊടുക്കാവുന്നതാണ്. പാർലിജി പറയുന്നത് ഏത് സ്റ്റോക്ക് ഗ്രൂപ്പിലാണെന്നാണ് നെക്സ്റ്റ് കൊടുക്കേണ്ടത്. അതാണ് അണ്ടർ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പ്സിൻ്റെ ലിസ്റ്റ് ചെയ്ത് വരും. ഇതിനകത്ത് നിന്ന് ഏത് ഗ്രൂപ്പിലാണോ അത് പെടുന്നത് അത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ബിസ്ക്കറ്റിന് സെലക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഏത് കാറ്റഗറിയാണ്. ഇപ്പോൾ നമ്മൾ ലാർജ് മീഡിയം സ്മോൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഗ്രാം വൈസ് നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കാറ്റഗറിനകത്ത് എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ തൽക്കാലം ഉള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു, സ്മോൾ എന്ന് കൊടുക്കാം. പിന്നെ യൂണിറ്റ്. അപ്പോൾ യൂണിറ്റും നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പാർലിജി എന്നൊക്കെ പറഞ്ഞ ബിസ്ക്കറ്റ് ഒക്കെ പറഞ്ഞ് പാക്കറ്റ് ആയിട്ടാണ് വരിക. അപ്പോൾ നമ്മളിവിടെ പാക്കറ്റ്സ് ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യേണ്ടത്. ഇനി സപ്പോസ് ചിലവർ ഈ ഒരു പേജ് എടുക്കുമ്പോൾ കാറ്റഗറി പറഞ്ഞ സെക്ഷൻ കാണാൻ കഴിയില്ല. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി വെച്ചാൽ ഓരോ പേജിനും അതിൻ്റെതായ കോൺഫിഗറേഷൻ പേജ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ സ്റ്റോക്ക് ഐറ്റത്തിനാണെങ്കിൽ ഒരു കോൺഫിഗറേഷൻ പേജാണ്, സ്റ്റോക്ക് ഗ്രൂപ്പിനാണെങ്കിൽ വേറൊരു കോൺഫിഗറേഷൻ, ലെഡ്ജർ എടുക്കുക, ഗ്രൂപ്പ് എടുക്കുക, ഏതെടുത്താലും അതിൻ്റെതായ കോൺഫിഗറേഷൻ പേജാണ് അവിടെ വരുന്നത്. അപ്പോൾ അത് എടുക്കുന്നതിന് വേണ്ടിയിട്ട് F12 പറഞ്ഞ ഷോർട്ട് കട്ട് കീ ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ F12 പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ കോൺഫിഗറേഷൻ പേജാണ്. ഇതിനകത്ത് യൂസ് സ്റ്റോക്ക് കാറ്റഗറി ഫോർ സ്റ്റോക്ക് ഐറ്റം പറഞ്ഞ ഒരു ഓപ്ഷൻ യെസ് ആക്കി കൊടുത്താലാണ് അവിടെ കാറ്റഗറി സ്റ്റോക്ക് കാറ്റഗറി വരുള്ളൂ. അതേസമയം ഞാനിവിടെ നോ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ എൻട്രൻസ് പോകുന്നുണ്ട്. നോ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാറ്റഗറി പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ കഴിയില്ല. അപ്പോൾ ചിലർക്ക് കാറ്റഗറി കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ജസ്റ്റ് F12 പ്രസ് ചെയ്യുക, എന്നിട്ട് യൂസ് സ്റ്റോക്ക് കാറ്റഗറി ഫോർ സ്റ്റോക്ക് ഐറ്റംസ് യെസ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇത് ഓരോ ഓപ്ഷനും യെസ് ആക്കി കൊടുത്താലേ മാത്രം അത് അവിടെ വരുള്ളൂ. നോ കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ വിസിബിൾ ആയിട്ട് വരുന്നതല്ല. യെസ് ആക്കി കൊടുത്തിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കാറ്റഗറി നമുക്കവിടെ വിസിബിൾ ആയിട്ട് വരും. അപ്പോൾ ഇത്രയാണ് സ്റ്റോക്ക് ഐറ്റത്തിനകത്ത് കൊടുക്കാനുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ഈ കാറ്റഗറി എനിക്ക് സ്മോൾ വേണ്ട. അപ്പോൾ ബിസ്ക്കറ്റിൽ നമുക്ക് സ്മോൾ പാക്കറ്റ് വേണ്ട, ഒരു 500 gram ആണ് വേണ്ടത് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാറ്റഗറിയാണ് വേണ്ടത് വെച്ചാൽ നമുക്കിവിടെ കൊടുക്കാം. അപ്പോൾ ഈ ഇപ്പോൾ ഗ്രൂപ്പ് കാറ്റഗറി അതിലൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ബോക്സ് വരും, കണ്ടില്ലേ? അപ്പോൾ അതിനകത്ത് ക്രിയേറ്റ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഗ്രൂപ്പോ അല്ലെങ്കിൽ കാറ്റഗറിയോ യൂണിറ്റോ കണ്ടില്ലെങ്കിൽ ഓരോ പേജിനകത്തും ക്രിയേറ്റ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ കാറ്റഗറി എടുത്തു കഴിഞ്ഞാലും അവിടെ ഒരു ക്രിയേറ്റ് ഉണ്ട്, അതുപോലെ യൂണിറ്റ് എടുത്താലും അവിടെ ഒരു ക്രിയേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിലൂടെ പോയിട്ടും നമുക്ക് വേണ്ട യൂണിറ്റോ കാറ്റഗറിയോ അല്ലെങ്കിൽ ഗ്രൂപ്പോ ആഡ് ചെയ്യാം. ഇപ്പോൾ യൂണിറ്റ് ആണെങ്കിൽ ഇത് ഈ ക്രിയേറ്റ് ലിസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ഇവിടെ കോമ്പൗണ്ടിനെ മാറ്റിയിട്ട് സിമ്പിൾ ആക്കാം. ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അത് അവിടെ പോകുന്നതായിരിക്കും.
ഇപ്പം ഞാൻ യൂണിറ്റ് തൽക്കാലം വേറെ ഏതെങ്കിലും യൂണിറ്റ് കൊടുക്കാം. ഒരു മില്ലിഗ്രാം എന്ന് കൊടുക്കുന്നുണ്ട്, MC കൊടുക്കുന്നുണ്ട്, ഫോമൽ നെയിം മില്ലിഗ്രാം എന്ന് കൊടുക്കാം. S കൊടുത്തതിനാൽ യൂണിറ്റ് അവിടെ മില്ലിഗ്രാം ആവും. മില്ലിഗ്രാം പറഞ്ഞ യൂണിറ്റ് എക്സ്ട്രാ ആഡ് ചെയ്യും. ഇതുപോലെ തന്നെ നമുക്ക് കാറ്റഗറിയും ചേഞ്ച് ചെയ്യാം, അതുപോലെ ഗ്രൂപ്പും ചേഞ്ച് ചെയ്യാം. അപ്പോൾ കാറ്റഗറി ആണെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാറ്റഗറിയുടെ പേജിനകത്തായിരിക്കും ഉണ്ടാവുക. അതേസമയം ഇതിനകത്തും ക്രിയേറ്റ് ഉണ്ട്, അതിൽ ക്രിയേറ്റ് ചെയ്ത സ്റ്റോക്ക് ഗ്രൂപ്പിന്റെ എന്തായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ പേജിൽ നിന്നിട്ട് തന്നെ എല്ലാ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് അണ്ടർ ഗ്രൂപ്പ്, കാറ്റഗറി, യൂണിറ്റ് ഒക്കെ ഇതിനകത്ത് തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഇത്രയും കൊടുത്തിട്ട് സേവ് ചെയ്യാം. ഇതുപോലുള്ള മറ്റു ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ നൂർണി ഇൻഫോടെക്കിന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നെക്സ്റ്റ് വരുന്ന ഓപ്ഷനാണ് ഗോഡൗൺ. ഗോഡൗൺ പറഞ്ഞാൽ ഒരു കമ്പനീൻ്റെ അല്ലെങ്കിൽ ഇൻവെൻട്രിയിലുള്ള പ്രൊഡക്ട്സ് ഒക്കെ ഫിസിക്കൽ ലൊക്കേഷനിൽ അല്ലെങ്കിൽ ഒരു വെയർ ഹൗസിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന അതിനെയാണ് ഗോഡൗൺ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഒന്നിൽ കൂടുതൽ ഇൻവെൻട്രി ഉള്ള കമ്പനീസ് ഒക്കെ ഉണ്ടാവാം. അപ്പോൾ അവർ ഗോഡൗണിൽ സെപ്പറേറ്റ് ആയിട്ട് പ്രൊഡക്ട്സ് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഒരു ഗോഡൗൺ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗോഡൗൺ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്കൊരു മെസ്സേജ് വരും, മെയിൻ ലൊക്കേഷൻ നമ്മുടെ ഡീഫോൾട്ട് ഗോഡൗൺ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ട്, ഇതുകൂടാതെ പുതിയൊരു ഗോഡൗൺ ക്രിയേറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ക്രിയേറ്റ് ന്യൂ കൊടുക്കാം. അപ്പോൾ ഇവിടെ മെയിൻ ലൊക്കേഷൻ വേണ്ടിയൊരു ഗോഡൗൺ ഉണ്ട്. അപ്പോൾ അതുകൂടാതെ നമുക്ക് വേണമെങ്കിൽ വേറൊരു ഗോഡൗൺ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പാലക്കാട് കൊടുക്കുന്നുണ്ട്. എന്താ ഇത് ഏതിൻ്റെങ്കിലും അണ്ടറിലാണോ ചോദിക്കും. അതായത് മെയിൻ ലൊക്കേഷനുള്ളിൽ തന്നെ നമ്മൾ ഒന്നിൽ കൂടുതൽ ഗോഡൗൺസ് ഉണ്ടാവും. അപ്പോൾ അതാണോ അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം സെപ്പറേറ്റഡ് ആയിട്ടുള്ള വേറൊരു വെയർ ഹൗസ് ആണെങ്കിൽ പ്രൈമറി ആയിട്ട് തന്നെ കൊടുത്താൽ മതി. ആക്സെപ്റ്റ് ചെയ്യാം. ഇതുപോലെ നമുക്ക് ഇനി ഗോഡൗൺ ഉണ്ടെങ്കിൽ അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത യൂണിറ്റ്, സ്റ്റോക്ക് ഐറ്റംസ് ഒക്കെ വരാൻ നോക്കാം. ഓൾട്ടറിൽ പോയിട്ട് ഇപ്പോൾ ഞാൻ ആദ്യം സ്റ്റോക്ക് കാറ്റഗറി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു സ്റ്റോക്ക് കാറ്റഗറി കാണാൻ കഴിയും. പിന്നെ ഞാൻ സ്റ്റോക്ക് ഐറ്റം എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്റ്റോക്ക് ഐറ്റം കാണാൻ കഴിയും. പിന്നെ യൂണിറ്റ്, ഇപ്പോൾ യൂണിറ്റ്സും ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇതിൽ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ കോമ്പൗണ്ട് യൂണിറ്റ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അത് സെലക്ട് ചെയ്യുക, ഡിലീറ്റ് കൊടുക്കാം, യെസ് കൊടുക്കാം, ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് വെയർ ഹൗസും ഗോഡൗണൊക്കെ ഇതുപോലെ ഡിലീറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് ഇൻവെൻട്രി മാസ്റ്റേഴ്സിൽ വരുന്നത്. അതായത് ഗ്രൂപ്പ്, കാറ്റഗറി, ഐറ്റം, യൂണിറ്റ്, ഗോഡൗൺ. ഇനി ഒരു ഗോഡൗണിൽ നിന്നും മറ്റൊരു ഗോഡൗണിലേക്ക് നമുക്ക് സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്തെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. അതിന് റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ പോലത്തെ ഒരു പേജ് പറയുന്നത് സ്റ്റോക്ക് ജേർണലാണ്. അപ്പം അതെങ്ങനെ എടുക്കാൻ നോക്കാം. നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്കിൽസ് കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ ഇന്ന് തന്നെ എൻറോൾ ചെയ്യൂ. ഇന്ന് പഠിച്ച ട്യൂട്ടോറിയലിൻ്റെ ഒരു സമ്മറി പേജാണ് ഈ കാണുന്നത്. ഇതിനകത്ത് നമ്മൾ ആദ്യം ഒരു ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്താണെന്നാണ് നോക്കിയത്. അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്, അതായത് സ്റ്റോക്ക് ഗ്രൂപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, സ്റ്റോക്ക് ഐറ്റം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ യൂണിറ്റ്, സ്റ്റോക്ക് കാറ്റഗറി, ഗോഡൗൺസ് ഇവയൊക്കെ ഓരോന്നായിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, മൾട്ടിപ്പിൾ ആയിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു. അതോടൊപ്പം തന്നെ ക്രിയേറ്റ് ചെയ്ത ഈ ഗ്രൂപ്പ്, ഐറ്റം, യൂണിറ്റ് ഒക്കെ എങ്ങനെ ഓൾട്ടർ ചെയ്യാം, ഓൾട്ടർ ചെയ്തത് മാത്രമല്ല അതെങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്നും ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പഠിച്ചു. നൂർണി ഇൻഫോടെക്കിന്റെ ഈ ഒരു വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.